ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി നമ്മോടൊപ്പമുള്ളത് പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം, UDF കൗൺസിലർ ആന്റണി പൈനന്തുറ, LDF കൗൺസിലറായിട്ടുള്ള PR റനീഷ് എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത്. ആദ്യമേ തന്നെ PR റനീഷിലേക്ക് പോവുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം കൂടിയാണല്ലോ. ഇവരിപ്പോൾ ആളുകൾ തന്നെ ചൂണ്ടിക്കാണിച്ച പ്രകാരമാണെങ്കിൽ എല്ലാ വർഷവും കൊണ്ടാടുന്ന ഒരു പരിപാടിയായിട്ട് ഈ അഗ്നിബാധ മാറുകയാണ്. ഈ ബ്രഹ്മപുരം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഇടപെടലാണ് ഇനി ആവശ്യമാവുക? ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ആ ദുരിത ജീവിതത്തിനൊരു അറുതി വരുത്താനായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുക? പറഞ്ഞോളൂ. ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഗ്നിബാധ ഏറ്റവും വേഗത്തിൽ കെടുത്തുക എന്നുള്ള പ്രവർത്തനമാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസമായി എല്ലാ സംവിധാനങ്ങളും, ജില്ലാ ഭരണകൂടവും കൊച്ചി നഗരസഭയും നേവി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ വളരെ വേഗത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയാണ്. നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് 2 ദിവസം തീനാളങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടില്ല. പുക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെയും ആ പ്രതിസന്ധി നമുക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള പ്രശ്നമാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞ പോലെ തന്നെ എന്താണോ വേറെ ബോട്ട്സ് ഇതിലുണ്ടായിക്കൊണ്ട് മറ്റ് വിഷയങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ കടക്കാനുള്ള സമയമല്ല. അതെല്ലാം പരിശോധിക്കാം. പറയുന്ന ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടോ എന്നും അല്ലെങ്കിൽ പറയുന്ന ആരോപണങ്ങൾ എത്രത്തോളം സത്യസന്ധമാണെന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുള്ളതാണ് നമ്മുടെ സംസ്ഥാനവും നമ്മളും. അതുകൊണ്ട് അതെല്ലാം പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ വലിയൊരു ഡിസാസ്റ്റർ, ഈ അപകടം തരണം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെയോടുകൂടി ഇത് പൂർവ്വസ്ഥിതിയിലാകുമെന്നുള്ള പ്രതീക്ഷയല്ല, ഏതാണ്ട് ആകുമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.